ഹലോ, ദിസ് ഇസ് ടി ഡയറീസ് ഹിയർ. വെൽക്കം ടു അവർ ചാനൽ. ട്രാവലും ഫുഡും ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ്. അപ്പോൾ ടി വി മുതൽ കൊച്ചി വരെ ഞങ്ങൾ ഒരു യാത്ര ചെയ്ത് അതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിലാണ് പോയത്. അപ്പോൾ ടി വിയിൽ നിന്ന് കൊച്ചിയിലോട്ട് എങ്ങനെ എത്തി, അവിടെ എവിടെയൊക്കെ പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് ഒരു പാർട്ട് 1 വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത്. കഴക്കൂട്ടമാണ് ഞങ്ങളുടെ പ്ലേസ്. അപ്പോൾ അവിടുന്ന് കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ്സിൽ പോയത്. അപ്പോൾ പോണതിന് മുന്നേ ഞങ്ങൾ ബസ്സിൽ പോകണോണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കരുതാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കുടിക്കാൻ വെള്ളമായാലും സ്നാക്സും അത്യാവശ്യം വേണ്ടതൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളൊരു 3:30-3:45 ടൈമിലാണ് ബസ് സ്റ്റോപ്പിൽ എത്തിയത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത്. ആദ്യമേ കുറേ ഓർഡിനറിയും പിന്നെ നമ്മുടെ കൊച്ചി ടച്ച് ചെയ്യാതെ പോകുന്ന ബസ്സൊക്കെയാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. സ്വിഫ്റ്റിലാണ് കയറിയത്. അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. രണ്ടുപേർക്കും കൂടി ടിക്കറ്റ് ആയത് 488 രൂപയാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഒരു 4-5 മണിക്കൂറിൻ്റെ യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്നുള്ള മുഷിച്ചിലെല്ലാം പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അത്യാവശ്യം നമ്മുടെ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കായംകുളത്താണ് വണ്ടി നിർത്തിയത്. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ കൂടെ ഞങ്ങളും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ ചായ ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചായയും 2 കടിയാണ് പറഞ്ഞത്. ഏട്ടന് പരിപ്പോടെയാണ് ഭയങ്കര ഇഷ്ടം, അതിൻ്റെ ആളാണ്. ഞാൻ ഉള്ളിവടയുടെയും. അപ്പോൾ ഞങ്ങൾ അത് രണ്ടും കഴിച്ചു. നല്ല തിരക്കായിരുന്നു ചായ കുടിക്കാൻ. കാര്യം ബസ്സിൽ വന്ന എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ബസ് നിർത്തുന്ന എല്ലാവർക്കും ഒരു ഉപയോഗമാണ്. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ചു കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു 7:30-8 മണിക്കുള്ളിൽ നമ്മുടെ കൊച്ചിയിൽ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ നേരെയുള്ള എറണാകുളം ബസ്സിൽ കയറാതെ ഞങ്ങൾ ആലപ്പുഴ വരെ കറങ്ങി പോകുന്ന ബസ്സിലാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അബദ്ധവും പറ്റിയിട്ട് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈറ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ തന്നെ നമ്മുടെ മെട്രോയിൽ പോകുമെന്ന് കണ്ടക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അപ്പോൾ മെട്രോയിൽ പോയാൽ പെട്ടെന്ന് കൊച്ചി പിടിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു രാത്രി ഒരു 9-9:15 അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി തന്നെ ഞങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ തന്നെ കൊച്ചി മെട്രോയുടെ അവിടെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, വൈറ്റിലയുടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന ഒരു റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ കുറേ ദൂരം നടന്നപ്പം ഞങ്ങൾ ആൾ പറഞ്ഞതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പോകുന്നത്. അത് ഞങ്ങൾ നേരെ കൊച്ചിയിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ മെട്രോയിലെത്തി. ആദ്യമായിട്ടാണ് മെട്രോയിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഇത് പറഞ്ഞു കേട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ എറണാകുളത്തേക്കുള്ള യാത്ര തന്നെ, ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ്. അല്ലാതെ ഈ ഫാമിലിയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്, കല്യാണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിടെ എസ്കലേറ്ററിൽ കയറി പോയപ്പോൾ അവിടെയെങ്കിലും ആരും ഇല്ലായിരുന്നു. മൊത്തം എന്തോ പോലെ ഒരു തിരക്കും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇത് ഇത്ര തിരക്കില്ലാത്തതെന്ന്. അപ്പോൾ കുറേ ദൂരം പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയത്. അപ്പോൾ അവിടുന്ന് തന്നെ അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് അടുത്ത ലുലു മോളിലോട്ടാണ് പോവേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അവിടത്തോട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ വൈറ്റിലയിൽ നിന്ന് നമ്മൾ ലുലു മോളിലോട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. അവർ പറഞ്ഞതനുസരിച്ച് ലുലു മോളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പിലോട്ടുള്ള ടിക്കറ്റാണ് നമ്മൾ മെട്രോയിൽ എടുത്തത്. അപ്പോൾ മെട്രോയിൽ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിലെ ടിക്കറ്റ് തന്നതുപോലത്തെ ഒരു പേപ്പറിലാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് വൈറ്റില ടു ലുലു മോള് ടിക്കറ്റ്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ 80 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല സെക്യൂരിറ്റി ചെക്കിങ്സ് ഒക്കെ ഉള്ളൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ ബാഗുകൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി ഒരു മിഷനിലൂടെ കടത്തി വിടും. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പം എടുത്ത് പറയേണ്ടത് അവിടുത്തെ വൃത്തിയാണ്. നല്ല അടിപൊളി വൃത്തിയായിരുന്നു. പിന്നെ തിരക്കും കുറവായിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ആ ബാഗ് കടത്തി വിട്ട് ബാഗൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ എസ്കലേറ്റർ വഴിയാണ് പ്ലാറ്റ്ഫോമിൽ എത്തിയത്. അപ്പോൾ ഓരോ ട്രെയിൻ വന്ന് നിൽക്കുന്നതും ഓരോ പ്ലാറ്റ്ഫോമിലായിരിക്കും, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കൂട്ട്. അപ്പം നമ്മൾ പോവേണ്ട പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മെട്രോ കാത്തു നിന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാര്യം ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോകുന്നത്. ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സെറ്റപ്പും നമ്മുടെ എയർപോർട്ടിൻ്റെ സെറ്റപ്പും കൂടെ കൂടിയ ഒരു സ്ഥലമായിരുന്നു അത്. അതായത് സെക്യൂരിറ്റി ചെക്കിങ്സ് ഒക്കെ നമ്മുടെ എയർപോർട്ട് പോലെയും നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. അവസാനം നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ AC ട്രെയിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി അവിടെ ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ ബസ്സിലൊക്കെ പോലെ. അപ്പോൾ സീറ്റൊക്കെ ഇങ്ങനത്തെ സീറ്റായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ നടന്ന് ഒരു സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3-4 സ്റ്റോപ്പിനപ്പുറം ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ എത്തി. നല്ല സ്പീഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് 2-3 സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഒരു 4-5 സ്റ്റോപ്പിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് നേരെ കാണുന്നത് ലുലു മോളാണ്. നമുക്ക് അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം നമ്മുടെ സ്റ്റെപ്പൊക്കെ കയറി കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഓപ്പോസിറ്റ് ലുലു മോളാണെന്ന്. അപ്പോൾ മെട്രോയുടെ അകത്തൂടെ തന്നെ ലുലുവിൽ കയറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എസ്കലേറ്റർ ഇറങ്ങി നേരെ ലുലു മോളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഈ എസ്കലേറ്റർ ഇറങ്ങി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ലുലു മോളിലോട്ടാണ്. 2nd ഫ്ലോറിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ ആ ഏരിയ ഫുള്ള് ഫുഡിൻ്റെ സെക്ഷൻ ആയിരുന്നുകൊണ്ട് തന്നെ ഫുഡ് കണ്ടപ്പോൾ പിന്നെ നമുക്കൊന്നും ഓർമ്മയില്ല. അന്ന വിചാരമാണല്ലോ മുന്നേ വിചാരം. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഓർത്തു. കാര്യം നമ്മൾ വൈകിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തിയതല്ലാതെ പിന്നെ ഒന്നും ഇല്ല. ഇപ്പം തന്നെ ഏകദേശം 10 മണിയോട് അടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏത് സ്പോട്ട്
എടുക്കണമെന്നായിരുന്നു ഒരു ഡൗട്ട്. പിന്നെ ഞങ്ങൾ കരുതി ഒരു ബിരിയാണി കഴിക്കാമെന്ന്. കാര്യം ഉച്ചയ്ക്ക് ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള തമിഴ് സ്റ്റൈല് ബിരിയാണി റൈസ് ആവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ റൈസ്. അപ്പോൾ ഞങ്ങൾ അത് തന്നെ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ ഫുഡ് കിട്ടി. അപ്പോൾ ഇതായിരുന്നു ഫുഡ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ സാലഡും അവരുടെ ഒരു പ്രത്യേക ഒരു വഴുതനങ്ങ കറിയും അതിൻ്റെ കുറേ നമ്മുടെ പപ്പടവും എഗ്ഗും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടാണ് രണ്ടുപേരും കൂടെ കഴിച്ചത്. ഓർഡർ കൈ കിട്ടിയ ഉടനെ അതും വാങ്ങിച്ചൊരു ഓട്ടോ ആയിരുന്നു. ഒരു സീറ്റ് തപ്പിയുള്ള ഓട്ടോ ആയിരുന്നു. ഏകദേശം അവിടെ ലുലു മോളൊക്കെ ഏകദേശം ഒന്ന് ഒഴിഞ്ഞായിരുന്നു. കാര്യം 10 മണിയായല്ലോ, 11:30 ആകുമ്പോഴേക്കും അടയ്ക്കും. അപ്പോൾ ഒരു ബിരിയാണിക്ക് 314 രൂപയായിരുന്നു ചാർജ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു ബിരിയാണി വാങ്ങിച്ച് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ മെയിൻലി ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ച് അതൊരു റൊമാൻറ്റിക് ആയിട്ട് അങ്ങ് പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു ഫുള്ളൊന്ന് കറങ്ങാൻ പോയി. അപ്പോൾ കുറച്ച് സമയം ലുലുവിൽ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ലുലു അടയ്ക്കാനുള്ള ഏകദേശം സമയമായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ആണ്. നാളെയാണ് കൊച്ചിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നാളെ ഒരു കൊച്ചി എക്സ്പ്ലോർ യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരം ഓട്ടോക്കാരൻ പറഞ്ഞ ഞങ്ങളെടുത്ത് സ്റ്റേയിലോട്ട് കുറച്ച് ദൂരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞത് ഒരു 350 റുപ്പീസ് ഏകദേശം ആവുമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധി തോന്നിയെന്ന് വെച്ചാൽ ഒരു ഊബർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഊബറിൽ കാണിച്ചത് ആകെ 207 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ഈ ഓട്ടോക്കാർ പലതരം ചാർജ് വാങ്ങിക്കും, എല്ലാവരെയും അല്ല. അപ്പോൾ ഊബർ ഇടുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഊബർ ഇട്ട് സ്റ്റേയിലോട്ട് പോയി. ഇതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിച്ച സെയിം 300 രൂപ പറഞ്ഞ ഓട്ടോക്കാരനാണ് ഞങ്ങൾ 207 രൂപയ്ക്ക് ഊബറിൽ അവിടെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അതിന്റെ ഒരു നീരസം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ സ്റ്റേയിലെത്തി. ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് ഈ സ്റ്റേ ഞങ്ങൾ റെഡിയാക്കിയത്. ഓക്ഫീൽഡിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിന് അടുത്താണ് സ്റ്റേ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ബുക്കിംഗ് വഴി അതിനടുത്ത് തന്നെ ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് ഒരു 900 രൂപയ്ക്ക് അകത്തെ ആയുള്ള റൂം ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ 1 നൈറ്റ് സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേയിൽ വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. റൂമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കഴിച്ച് ഏകദേശം വയറൊക്കെ ഫുള്ളായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് പോയത് അതിന് തൊട്ടടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസിലോട്ടാണ്. അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത്. കാര്യം ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചുറപ്പിച്ച് തുടങ്ങിയ യാത്രയായിരുന്നുകൊണ്ട് തന്നെ അധികം ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയില്ല. പിറ്റേന്ന് മാറാനുള്ളതൊന്നും ഞങ്ങൾ കയ്യിൽ അധികം കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടനൊരു ഷർട്ടും എനിക്ക് ഒരു ടോപ്പും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കുറവായിരുന്നു. ഞങ്ങൾ വിചാരിച്ച എറണാകുളമായിട്ട് കുറച്ച് റേറ്റ് ഒക്കെ കാണുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്നുള്ള ഇങ്ങനത്തെ യാത്രകളിൽ നമുക്ക് എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് കടകളൊക്കെ ഉള്ളതും നല്ലൊരു ആശ്വാസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്നാൽ നമുക്ക് മറൈൻ ഡ്രൈവിലോട്ടും വാട്ടർ മെട്രോയിലോട്ടും പോകാനൊക്കെ ഉള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറൈൻ ഡ്രൈവിലോട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടെ നിന്ന് 10 രൂപ പോയിന്റ് ആണ് നമ്മുടെ മറൈൻ ഡ്രൈവ്. രണ്ടുപേർക്കും കൂടെ 20 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി. അതെന്ന് പറയുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് നമുക്ക് കപ്പലിൽ DJ ഒക്കെ കാണാൻ പറ്റിയ അവസരമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കടലിലൂടെ യാത്ര ചെയ്യാം. നല്ലൊരു അന്തരീക്ഷമുള്ളൊരു വൈബ് സ്ഥലമാണ്. നമുക്ക് നടക്കാനുള്ള ഒരു സ്ഥലമായാലും രാവിലെ ജോഗിങ്, മോർണിംഗ് വാക്ക്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഒത്തുകൂടിയിരിക്കുന്ന കുറേ മരച്ചുവടും തണൽ മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതും നല്ല ഭംഗിയാണ്. നമ്മളപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം നടന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂറിലേക്ക് 300 രൂപയാണ് പെർ ഹെഡ് ഈ കപ്പലിലൊക്കെ കയറാൻ. അത്രയും നേരം അവർ ഫുൾ കൊണ്ട് ആ കടലൊക്കെ ചുറ്റിക്കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും പോയില്ല. കാര്യം ഞങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ ഇനി പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ ഫുള്ള് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അങ്ങനെയൊക്കെ നടന്ന് കുറേ നേരം ഞങ്ങൾ ആ തണൽ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ചെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സുമായിട്ടാണോ ഇനി ഫാമിലി ആയിട്ടാണോ എന്നൊന്നും അറിയില്ല. അവരിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഫുള്ള് മരങ്ങളാണ്, എപ്പോഴും ഇങ്ങനെ ഇലകളും ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് അപ്പം തന്നെ അവിടുത്തെ കോർപ്പറേഷൻകാർ വൃത്തിയാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ തന്നെ, ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പീസ് കിട്ടും. നമ്മളൊരു അങ്ങനെ ഉള്ളൊരു പ്ലേസാണ്. നമ്മൾ ഈ ബീച്ചിൻ്റെയൊക്കെ കരയിലൊക്കെ പോയി ഇരിക്കുന്ന പോലെ തന്നെ ഒരു എക്സാക്ട് പ്ലേസാണ്. അത്ര തിരക്കുണ്ടെങ്കിലും നമുക്കതൊന്നും വലിയ ബാധിക്കില്ല. പിന്നെ ഒരുപാട് പേര് അവിടെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വാഗമരമാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. കാര്യം ആ സ്കൈയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ വാഗമരത്തിൻ്റെ പൂവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ബ്രിഡ്ജിൽ കയറി പോകുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബ്രിഡ്ജിൽ കയറുന്നുണ്ടായിരുന്നു.
അപ്പം നല്ല ഭംഗിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത ഒരു പ്ലേസ് ആയിരുന്നു ഈ മറൈൻ ഡ്രൈവ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. നമ്മൾ പോയത് ഒരു 11 മണി സമയം, ഒരു 12 മണിയൊക്കെ ആയ ടൈമായിരുന്നു. എന്നാലൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വിശക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം വേറെ ആയിരുന്നു. ഞങ്ങൾ അടുത്ത് പോണ സ്പോട്ടിൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ലൈവായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്ലേസസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വയറ് ഒഴിച്ചിട്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത ശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ നേരെ പോയത് വയറ്റിൽ അത്രയും നേരം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കൂളാക്കാൻ വേണ്ടി ഒരു 2 ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു, ഒരാൾ തണ്ണിമത്തൻ ജ്യൂസുമാണ് കുടിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ സ്നാക്സ് ആയിട്ടുള്ള സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയിട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങളുടെ വയറിന് ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടി യാത്രയാവുകയാണ്. അടുത്ത ഞങ്ങൾ വാട്ടർ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വാട്ടർ മെട്രോ വഴിയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്നത്. വാട്ടർ മെട്രോയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ അവിടെ ടിക്കറ്റ് ഉണ്ട്, 50 രൂപയാണ് പെർ ടിക്കറ്റിന് ചാർജ് വരുന്നത്. നമ്മൾ ATM കാർഡ് പോലത്തെ ടിക്കറ്റാണ്. നല്ല ഭംഗിയായിരുന്നു ടിക്കറ്റ് കാണാനൊക്കെ. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് നേരെ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോട്ട് വന്ന് കയറാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് വേണം നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാം. ഫോർട്ട് കൊച്ചി പോയിട്ട് വേണം വല്ല ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് വന്നത് തന്നെ ഇവിടുത്തെ മീൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എയിമിലാണ്. ഈസി ബോട്ടാണ് നമ്മുടെ ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അടിപൊളി സുഖ യാത്രയാണ്. പക്ഷേ സീറ്റ് കിട്ടിയില്ല എന്നുള്ളതല്ല, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞങ്ങൾ പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.